ചന്ദമാമ ചന്ദമാമ ചന്ദ്രകാന്ത് കൽപ്പടവിൽ വാവാ. ഹായ് കൂട്ടുകാരെ, ഞാൻ ആരാണെന്ന് പറഞ്ഞു തരേണ്ടല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ ചന്ദമാമ. കുഞ്ഞു കുട്ടികൾ എന്നെ അമ്പിളി അമ്മാവ എന്ന് വിളിക്കും. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ജൂലൈ 21, ചാന്ദ്രദിനം. ഭൂമിയിലല്ലാതെ മറ്റൊരു ബഹിരാകാശ ഗോളത്തിൽ മനുഷ്യന്റെ പാദസ്പർശം ഏറ്റുവാങ്ങിയ ദിവസം. അത് എന്നിലാണ്. ആ മഹത്തായ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇന്ന് ചാന്ദ്രദിനം ആചരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണാനെത്തിയത്. അതിരിക്കട്ടെ, ആരാണ് ആ മനുഷ്യൻ? പറയൂ. അതെ, നീൽ ആംസ്ട്രോങ്. അദ്ദേഹത്തെ നിങ്ങൾക്കിപ്പോൾ കാണണോ? എന്നാൽ ഞാൻ വിളിക്കാം. നീൽ, പ്ലീസ് കം. Walking in the moonlight, I'm thinking of you. Listening to the raindrops, I'm thinking of you. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അമേരിക്കക്കാരനായ ബഹിരാകാശ യാത്രികനാണ്. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ. എൻ്റെ കൂടെ എൻ്റെ കൂട്ടുകാരായ എഡ്വിൻ ആൾഡ്രിനും കോളിൻസും ഉണ്ടായിരുന്നു. എത്ര ആകാംക്ഷ നിറഞ്ഞതായിരുന്നു യാത്രയെന്നറിയാവോ? അപ്പോളോ 11 എന്ന ബഹിരാകാശ പേടകത്തിലായിരുന്നു ഞങ്ങളുടെ യാത്ര. ഞാനിറങ്ങി 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഇറങ്ങി. മൈക്കിൾ കോളിൻസ് ഞങ്ങൾ ഇറങ്ങാൻ ഉപയോഗിച്ച ഈഗിളിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ചന്ദ്രനിൽ കാൽകുത്തിയ ആ നിമിഷത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ ഓർത്തുപോകുന്നു. One small step for man, one giant leap for mankind. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടം. ചന്ദ്രനിലേക്കുള്ള യാത്രയും അവിടെ ഇറങ്ങി നടക്കുന്നതും ഒന്നും അത്ര എളുപ്പമല്ല കേട്ടോ. അതിനൊക്കെ വളരെയേറെ നാളത്തെ പരിശീലനം ആവശ്യമാണ്. ഞങ്ങൾക്ക് ശേഷം 10 പേർ കൂടി ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്. അവസാനം ഇറങ്ങിയ ആളെ പരിചയപ്പെട്ടാലോ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഞാൻ യൂജിൻ സെർനാൻ. ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ബഹിരാകാശ സഞ്ചാരിയാണ് ഞാൻ. അപ്പോളോ 17 ദൗത്യത്തിൽ ഉൾപ്പെട്ട് 1972 ഡിസംബർ 11 ഞങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങിയത്. റൊണാൾഡ് ഇവാൻസ്, ഹാരിസൺ എച്ച് സ്മിത്ത് എന്നിവരാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു യാത്രികർ. ഞാനും ഹാരിസൺ സ്മിത്തും ചന്ദ്രോപരിതലത്തിലെ നിറോവ് എന്ന സ്ഥലത്തിറങ്ങി. റൊണാൾഡ് ഇവാൻസ് പേടകത്തിൽ തന്നെ തുടർന്നു. അഗ്നിപർവ്വതങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കൂട്ടുകാരെ, ഞങ്ങൾ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴുണ്ടായ അനുഭവം എന്തെന്നറിയാൻ ആഗ്രഹമില്ലേ? ചാന്ദ്രപേടകം ഇറങ്ങിയ സ്ഥലത്തെ പൊടിയിൽ ഞങ്ങളുടെ കാലുകൾ 25 സെന്റിമീറ്ററോളം താഴ്ന്നു പോയെന്നേ. പിന്നെ അവിടെ ഇളം ചുമപ്പ് നിറത്തിലുള്ള പാറകളും ഞങ്ങൾ കണ്ടു. എന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയവരെ മാത്രം കണ്ടാൽ മതിയോ? ബഹിരാകാശ യാത്ര നടത്തിയ മറ്റ് ഇന്ത്യക്കാരെ പരിചയപ്പെട്ടാലോ? മോണ്ടു വരൂ. ഞാൻ കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് ഞാൻ. മോണ്ടു എന്നത് എൻ്റെ വിളിപ്പേരാണ് കേട്ടോ. ഹരിയാനയിലെ കർണായിലാണ് ഞാൻ ജനിച്ചത്. 1977 കൊളംബിയ ബഹിരാകാശ വാഹനത്തിലാണ് ഞാൻ എൻ്റെ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയത്. 2003 രണ്ടാമത്തെ ബഹിരാകാശ യാത്രയിൽ കൊളംബിയ ചിന്നിച്ചിതറി. എനിക്ക് നിങ്ങളോട് വിട പറയേണ്ടി വന്നു. എന്നാൽ എനിക്കിപ്പോഴൊട്ടും സങ്കടമൊന്നുമില്ല കേട്ടോ. എൻ്റെ പിൻഗാമികൾ ബഹിരാകാശ യാത്ര നടത്തി സുരക്ഷിതമായി മടങ്ങി വരുന്നത് കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷവതിയാണ്. എനിക്ക് ശേഷം നാസ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ ഇന്ത്യക്കാരിയായ ബഹിരാകാശ യാത്രികയെ പരിചയപ്പെട്ടാലോ? ഹായ് ഡിയേഴ്സ്,
ഞാൻ സുനിത വില്യംസ്. ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശം നടന്ന വനിത എന്ന നേട്ടം സ്വന്തമാക്കാൻ സാധിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട്. 3 ബഹിരാകാശ ദൗത്യങ്ങളിലായി 600-ലേറെ ദിവസമാണ് ഞാൻ ബഹിരാകാശത്ത് ചെലവഴിച്ചത്. 2024 ജൂണിലാണ് ഞാനും ബുഷ്വിമോറും അടങ്ങുന്ന സംഘം 8 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശത്തെത്തിയത്. പക്ഷേ പേടകത്തിന് തകരാർ സംഭവിച്ചതോടെ ഞങ്ങൾ അവിടെ കുടുങ്ങുകയായിരുന്നു. 9 മാസങ്ങൾക്കു ശേഷം കഴിഞ്ഞ മാർച്ച് 19-നാണ് ഭൂമിയിലേക്ക് പറന്നിറങ്ങിയത്. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? നിങ്ങൾക്കറിയാം ആരാണത്? രാകേഷ് ശർമ്മ. അപ്പോഴീ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്ന ബഹിരാകാശ യാത്രികനുണ്ടല്ലോ, അതാരാ കൂട്ടുകാരെ? അതെ, നമ്മുടെ ശുഭാംശു ശുക്ല. നമുക്ക് ഈ വീരപുത്രന്മാരെ ഇങ്ങോട്ട് വിളിച്ചാലോ? മിസ്റ്റർ ശുഭാംശു. നൈസ് ടു മീറ്റ് യു സർ. താങ്കളുടെ പിൻഗാമിയാകാൻ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. സർ, താങ്കളുടെ യാത്രയെക്കുറിച്ച് പറയൂ. സോവിയറ്റ് ബഹിരാകാശ കോട്ടയായ കസഖ്സ്ഥാനിലെ ബൈക്കന്നൂർ കോസ്മോഡ്രോമിൽ നിന്നാണ് ഞാൻ യാത്ര തിരിച്ചത്. താങ്കൾക്ക് എത്ര ദിവസമാണ് അവിടെ കഴിയാൻ സാധിച്ചത്? ഞാൻ 7 ദിവസമാണ് റഷ്യൻ ബഹിരാകാശ നിലയമായ സല്യൂട്ട് 7-ൽ കഴിഞ്ഞത്. താങ്കളുടെ യാത്രയുടെ തുടക്കം എവിടെ നിന്നായിരുന്നു? ഞാൻ US ബഹിരാകാശ തറവാളായ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഇന്നത്തെ പോലെ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തായിരുന്നു എന്റെ യാത്ര. സോയൂസ് T11 എന്ന പേടകമായിരുന്നു ഞങ്ങൾ യാത്രയ്ക്ക് ഉപയോഗിച്ചത്. നക്ഷത്രങ്ങളെ പോലും ദിശനിർണ്ണയത്തിനായി ഞങ്ങൾ ഉപയോഗിച്ചു. ഭൂമിയിൽ നിന്ന് 219 കിലോമീറ്റർ ഉയരത്തിലുള്ള സല്യൂട്ട് 7-ലാണ് ഞങ്ങൾ കഴിഞ്ഞത്. താങ്കളുടേത് അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ പേടകമായിരുന്നല്ലോ. തീർച്ചയായും സാർ. അതിശക്തമായ സുരക്ഷയുള്ള പൂർണ്ണമായും ഓട്ടോമേറ്റഡ് രീതിയിൽ പ്രവർത്തിക്കുന്ന സ്പേസ് എക്സ് ഡ്രാഗൺ പേടകത്തിലാണ് ഞാൻ സഞ്ചരിച്ചത്. നാസയുടെ നേതൃത്വത്തിലുള്ള രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലാണ് ഞാൻ കഴിഞ്ഞത്. 7 മുറികളുള്ള പേടകം ബഹിരാകാശത്തിന്റെ 360 ഡിഗ്രി കാഴ്ച നൽകുന്ന കപ്പോള എന്ന ഭീമൻ കണ്ണാടി ജാലകം അവിടെയുണ്ട്. കൂട്ടുകാരെ, ആക്സിയം 4 ദൗത്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന 5-ാമനെ കാണണോ? ഇതാണ് ആ 5-ാമൻ, ജോയ് എന്ന അരയന്നപ്പാവ. ഞങ്ങൾ സീറോ ഗ്രാവിറ്റിയിൽ എത്തിച്ചേർന്ന വിവരം സ്ഥിരീകരിച്ച് നൽകുന്ന സീറോ ഗ്രാവിറ്റി ഇൻഡിക്കേറ്ററാണിവൻ. ഇനി മറ്റൊരാളെ കാണാം. ആസ്ട്രോബീസ്, ആസ്ട്രോബീസ് ഇങ്ങോട്ട് വരൂ. Baby, 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 what are you doing, baby? Baby, 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 what are you doing, baby? ഇതാണ് ആസ്ട്രോബീസ്. ഇതുപോലെയുള്ള കുഞ്ഞൻ റോബോട്ടുകൾ ബഹിരാകാശ നിലയത്തിൽ ഞങ്ങളെ സഹായിക്കുവാനുണ്ടായിരുന്നു. ഞങ്ങൾ എങ്ങനെയാ ടോയ്ലറ്റിൽ പോകുന്നത്, എങ്ങനെയാണ് ഉറങ്ങുന്നത്, എന്താ കഴിക്കുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കില്ലേ? സ്ലീപ്പ് കമ്പാർട്ട്മെന്റുകളിലെ ഭിത്തിയിൽ ചാരി നിന്നാണ് ഞങ്ങളുടെ ഉറക്കം. സീറോ ഗ്രാവിറ്റി ടോയ്ലറ്റുകളുണ്ട് അവിടെ. പിന്നെ ഞങ്ങളുടെ ഭക്ഷണക്രമം. ആരോഗ്യം നിലനിർത്തുന്നതും പോഷകം നിറഞ്ഞതുമായ ഭക്ഷണം ഓരോരുത്തർക്കും നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള അളവിൽ കഴിക്കാം. ഫ്രീസ് ചെയ്ത് എയർ ടൈറ്റ് ആയി പാക്ക് ചെയ്ത് ദീർഘകാലം സൂക്ഷിക്കാനാവുന്ന രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളാണ് അവിടെ ലഭ്യമാവുക. ഇന്ത്യയുടെ സൂപ്പർമാൻ ഷുക്സ് എന്നത് ആക്സിയം 4 മിഷനിൽ ഇദ്ദേഹത്തിന്റെ വിളിപ്പേരാണേ. താങ്കൾക്ക് എന്താണ് വെള്ളിയാകുളം സ്കൂളിലെ കുട്ടികളോട് പറയാനുള്ളത്? ബഹിരാകാശ നിലയത്തിൽ വെച്ച് വിദ്യാർത്ഥികളോട് സംവദിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ ആവർത്തിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്യുക, നിങ്ങൾ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ പലർക്കും ചന്ദ്രനിൽ വരെ എത്താം. ബഹിരാകാശ ദൗത്യങ്ങൾ വളരെ ദൂരെയുള്ള ഗ്രഹങ്ങളെ തേടുന്നത് മാത്രമല്ല, അത് നമ്മളിലുണ്ടായിരിക്കുന്ന അത്ഭുതകരമായ കഴിവുകളും വെളിപ്പെടുത്തുന്ന യാത്രയാണ്. നക്ഷത്രങ്ങളെ തേടി പുറപ്പെട്ടാൽ പോലും അതിന്റെ അർത്ഥം നമ്മുടെ അതിരുകൾ
മനുഷ്യസങ്കല്പത്തിന്റെ ശക്തിയാൽ തരണം ചെയ്യാമെന്ന് തെളിയിക്കലാണ്. വിശ്വാസം, അറിവ്, ഐക്യം, ഈ മൂന്ന് കൊണ്ട് നമ്മൾ രചിക്കുന്ന പുതിയ ഭാവിയിലേക്കുള്ള യാത്രയാണ് ബഹിരാകാശ ദൗത്യങ്ങൾ. നിങ്ങളും സ്വപ്നം കാണുക, സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുക. തീർച്ചയായും അത് നേടിയെടുക്കാൻ സാധിക്കും.